ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഒരു ചിലപ്പം 100 പേര് കാണുമ്പോൾ ചിലപ്പോൾ ഒരു 5 പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനകത്ത് മജോറിറ്റി ഇഷ്ടപ്പെടുന്നതാണ് എപ്പോഴും വിജയ് നമ്മളൊരു ഹിറ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ എല്ലാവരും ലോചിക്കും. സിനിമയ്ക്ക് അങ്ങനെ ലോചിക്കൊന്നുമില്ല. ഇത് നമ്മളൊരു ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു സംഭവം ഒരു സിനിമ ചെയ്യും. അത് ആൾക്കാരെ രസിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഇന്നലെ തിയേറ്ററിൽ നിന്ന് കുറേ പേരൊക്കെ വെട്ടത്തിനെയൊക്കെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. പ്രിയദർശൻ സിനിമകളിലെ ഒരു കയോസും കൺഫ്യൂഷനും ഒക്കെ കഥാപരമായിട്ടല്ലോ. അത് അങ്ങനത്തെ ഒരു പാറ്റേൺ. ഇപ്പൊ നമ്മളൊരു ത്രില്ലർ ചെയ്യുമ്പോൾ ചില ത്രില്ലർ സിനിമകളുമായിട്ട് നമ്മുടെ സിനിമകളെ കമ്പയർ ചെയ്യും. എന്റെ മെമ്മറീസിനെ എത്ര ത്രില്ലറുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിക്കാൻ്റെ കുറേയൊക്കെ ഇങ്ങനെ ആയിരിക്കും പുള്ളി പെർഫോം ചെയ്യാന്ന് അറിയാമല്ലോ. ബേസിലിനെയും ഗ്രേസിനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ സിനിമകൾ കണ്ടുവരുന്നതാണ് ഇവരിങ്ങനെ ചെയ്താൽ നന്നാവും അങ്ങനെ ഒരു തോന്നല് സ്പോട്ടിൽ ഇംപ്രവൈസ്. ഓരോ ആക്ടറിനും ഉണ്ടല്ലോ ഒരു ശരി. ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്റെ 15 സിനിമയിലെ ക്യാരക്ടേഴ്സും ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഒരു സാധനമുണ്ട്. അവരൊരെണ്ണം ചെയ്തു. മിക്കവാറും നമ്മുടെ മനസ്സിലുള്ളതിനൊക്കെ നല്ലതായിട്ട് അവർ ചെയ്തെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് ബൈജു ചേട്ടന്റെ ആ റോള് മനസ്സിൽ വന്നു. അതേപോലെ ഗ്രേസിന്റെ ഏതെങ്കിലും റോള് അങ്ങനെ എഴുതുമ്പോ ഒന്നും വന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് ഇത് ഈ സിയുടെ ക്യാരക്ടർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണല്ലോ ഇത്രയും ഇതായിട്ടുള്ള ഒരു സി എന്നൊക്കെ പറയുമ്പോൾ വൈചേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ പുള്ളി ഓൾറെഡി കുറച്ച് പ്രശ്നം അതിലൂടെ പുള്ളി ചെയ്യുമ്പോൾ അത് വീണ്ടും ഒരു ഇതാകുമല്ലോ. എനിക്ക് തോന്നുന്നു ജിത്തു പിന്നെ സിനിമ കാണാൻ തന്നെ ഇത്രയും സിനിമയായിട്ട് വരാത്തത് ജിത്തുവിന് ഇപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ടെന്ന്. ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവിലും പോയി ആദിക്കും പോയി അത് രണ്ടും അല്ലെങ്കിൽ ജിത്തുവിന്റെയും എന്റെ കൂടെ ഒരു സിനിമയ്ക്ക് ഇടാൻ പറ്റിയ ഒരു പേരാണോ ഇതെന്ന് ഇങ്ങനെ ഇതിന്റെ പൈങ്കിളി സ്വഭാവമില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ ഞാനിങ്ങനെ മടിച്ചിട്ടാണ് ഒരു ദിവസം പറഞ്ഞത് എന്റെ പേരുണ്ട് പക്ഷെ എനിക്കത് പറയാനൊരു ചമ്മ മറ്റേ പേര് ഹായ്, നുണക്കുഴിയുടെ വിശേഷങ്ങളുമായി ജിത്തു ജോസഫും KR കൃഷ്ണകുമാറുമാണ് എൻ്റെ ഒപ്പം ഉള്ളത്. വെൽക്കം. 3 സിനിമകൾ ആണ് ഒന്നിച്ച് നിങ്ങളുടെ കോംബോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. 12th മാൻ, കൂമൻ, ഇപ്പോൾ നുണക്കുഴി. ഒന്ന് OTT ആയിരുന്നു 12th മാൻ. ഇപ്പോൾ 2 തിയേറ്റർ. അപ്പോൾ ഒരു തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രേക്ഷക പ്രതികരണം എന്നൊക്കെ ഉള്ളതിൽ ഒരു കുറച്ചുകൂടെ ക്യൂരിയസ് ആയത് ഏതായിരിക്കും, അല്ലെ അങ്ങനെ ഉണ്ടോ? എല്ലാത്തിനും ക്യൂരിയസ് ആണ്. ഒരുപാട് നമ്മൾ ഒരു പടം ഇപ്പൊ ഒരു 50ാമത്തെ പടം ചെയ്യുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പടത്തിന്റെ പോലത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഒത്തിരി ടെൻഷൻ അങ്ങനെയില്ല. കാരണം വെച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബേസിക് ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് എന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻസ്. ഇവിടെ എൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഈ പടത്തിനെ കുറച്ചുകൂടി ഒന്ന് മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച്, കാരണം ഞാൻ ത്രില്ലർ ജോണറിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ അപ്പൊ തുടക്കം തൊട്ട് ഞാനാണോ ഈ പടത്തിനൊരു ബാധ്യത എന്ന് എനിക്കൊരു പേടിയില്ലാതില്ലായിരുന്നു. പക്ഷെ ആഗ്രഹമുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം. വലിയ ലോജിക്കൊന്നും നോക്കാതെ ചുമ്മാ പോയി തിയേറ്ററിൽ ഇരുന്ന്. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് വലിയ കഥയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല, പക്ഷെ ചിരിക്കാറുണ്ട്. ഞാൻ അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇതൊരു ഗംഭീര സിനിമയാണെന്നും ഇതോ അങ്ങനെയൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അന്ന് തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പോവുക, അതിനപ്പുറത്തേക്ക് ഞാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് ഹാപ്പിയാണ്. എനിക്ക് ശരിക്കും എന്റെ ആദ്യ തിയേറ്ററിൽ വരുന്ന സിനിമ കൂമനാണല്ലോ. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടും എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മള് എങ്ങനെയാണ് ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്നൊക്കെ അറിയുന്നത് ആദ്യ സിനിമ എന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ സിനിമയ്ക്ക് കുറച്ച് കുറവായിരിക്കും, അത്ര ഉണ്ടാവില്ല. എനിക്കൊന്ന് രണ്ടാമത്തെ സിനിമയായപ്പോൾ അത് കുറച്ചും കൂടെ കൂടിയെന്ന് തോന്നുന്നു. എങ്ങനെയായിരിക്കും പ്രേക്ഷകരുടെ പ്രതികരണം, കൂമന്റെ അത്രയും വരുമോ, കൂമനെക്കാളും നന്നാവുമോ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കൊന്ന് ഓരോ സിനിമ കഴിയുന്നതോറും നമുക്ക് ആ ഒരു പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ, നമ്മളൊരു ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു സിനിമ വരുമ്പോൾ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റിയോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അത് ഇനി കൂടി വരത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ജിത്തു പിന്നെ സിനിമ കാണാൻ തന്നെ ഇത്രയും സിനിമയായിട്ട് വരാത്തത് ജിത്തുവിന് ഇപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവിലും പോയി ആദിക്കും പോയി അത്രയും പോയിട്ടുള്ളൂ. അത് രണ്ടും ഗതിയോടുള്ളൂ. അല്ല, ഞാൻ സത്യം പറഞ്ഞാല് ഈ സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. കാരണം എനിക്ക് കൂമനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒരു ടെൻഷൻ ഉണ്ട്. കുറച്ചും കൂടെ അല്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ 2 ത്രില്ലർ സിനിമ എഴുതിയിട്ട് ഒരു ട്രാക്ക് മാറി വേറൊന്നും എഴുതുന്നു. ജിത്തു ആണെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം വേറെ ബാക്കി വർക്ക് ചെയ്തിരുന്ന ആൾക്കാരും എല്ലാവരും വരും എന്ന് പറഞ്ഞു. ജിത്തുവും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോയതില്ല. ഞാൻ പോകത്തില്ലായിരുന്നു സത്യം പറഞ്ഞു. വൈകുന്നേരം വല്ലതും പോയി കാണത്തേ. എങ്ങനെ റെസ്പോൺസ് കേട്ടപ്പോ എന്താ തോന്നി? ഇപ്പൊ വളരെ സന്തോഷം. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പം
ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ആൾക്കാരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ആവുമോ, അവരതുപോലെ എടുക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ കണ്ടപ്പോഴും പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് കുറച്ച് പേരെ നമ്മളിങ്ങനെ കാണിച്ചപ്പോഴൊക്കെ അവരുടെ റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും എന്തായാലും. പക്ഷെ ഇപ്പോൾ വരുന്ന റെസ്പോൺസിൽ നിന്ന് ബേസിക്കലി എല്ലാവരും പറയുന്നത് കുട്ടികളും സ്ത്രീകളും ചെറുപ്പക്കാരും എല്ലാവരും ഒരു മിക്സ് ക്രൗഡ്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നെല്ലാം വിളിച്ചു മിക്സ് ക്രൗഡാണ്. പക്ഷെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, ചിലടത്ത് കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഒരു ചിലപ്പോൾ 100 പേര് കാണുമ്പോൾ ചിലപ്പോൾ ഒരു 5 പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനകത്ത് മജോറിറ്റി ഇഷ്ടപ്പെടുന്നതാണ് എപ്പോഴും വിജയ് നമ്മളൊരു ഹിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ മജോറിറ്റിയിൽ എല്ലാവരും പറയുന്നൊരു കാര്യം ഒട്ടും ലാഗില്ല, ഭയങ്കര നല്ല ഫാസ്റ്റ് ആയിട്ട് പോയി, ഭയങ്കര ചിരിപ്പിച്ചു. എൻഡ് ഓഫ് ദ ഡേ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ എല്ലാവരും ലോജിക്കും, അതിനൊക്കെ അങ്ങനെ ലോജിക്കൊന്നുമില്ല. ഇത് നമ്മളൊരു ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു സംഭവം ഒരു സിനിമ ചെയ്തു, അത് ആൾക്കാരെ രസിക്കുന്നുണ്ട്. മുളക്കുഴി എന്നുള്ള ഫസ്റ്റ് നെയിം നിങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോഴും പിന്നെ ആ ഒരു ഡിറക്ഷൻ ബോർഡ് വെച്ചിട്ടുള്ള പോസ്റ്ററൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് വരുന്നത്. മറ്റേ കൂമനില് നൈറ്റ് റൈഡ് അല്ലേ, ദ നൈറ്റ് റൈഡ് എന്ന്. അപ്പോൾ കൂമൻ എങ്ങനെയാണെന്ന് കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു പേര് ഓർമ്മ വന്നു. ഇത് ഈ നുണക്കുഴി എന്ന് പറയുമ്പോഴും ഡിമ്പിളാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. ഇങ്ങനൊരു പെർസ്പെക്റ്റീവ് എങ്ങനെയാ വന്നത്? അല്ല, അതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഇട്ടിരുന്ന പേര് വേറെയായിരുന്നു. അത് ആ സിനിമയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പേര് ഇട്ട് കഴിഞ്ഞപ്പം അത് കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ആ സിനിമയായിട്ട് കണക്ഷൻ ഉള്ളതാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ അതിനൊരു എന്തോ ഒരു പ്രശ്നമായിരിക്കും തോന്നിയത്. കൃഷ്ണകുമാരൻ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം, വേറൊരു സംഭവം തന്നെ. അപ്പൊ കൃഷ്ണകുമാരൻ ഇങ്ങനെ ഞാൻ നോക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞ് കൃഷ്ണകുമാരനെ വിളിച്ചിട്ട് ഇങ്ങനെ 2-3 എൻ്റെ ഒരു സാധനമുണ്ട്, പക്ഷെ അത് കഥാപരമായി കണക്ഷൻ ഉണ്ടോ എന്നറിയില്ല. പക്ഷെ ഇതാണ് പറഞ്ഞിട്ട് നുണക്കുഴി എന്ന് പറഞ്ഞു. കൊള്ളാലോ. ബേസിക്കലി കഥാപരമായിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നുണയും കുഴികളും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം, ഡിംപിളുമായിട്ടാണ്. പക്ഷെ ആ പേരിന് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സിനിമയ്ക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ക്യൂട്ട് സിനിമ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരും വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പടത്തിന് ചിന്തിക്കാത്തൊരു പേരായിട്ട് തന്നെ അത് വരുന്നതല്ല. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കോംബോ അത് കഴിഞ്ഞ് ഇതിലെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിലെ കാസ്റ്റ് തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത്. കാരണം അത്ര ഗംഭീരമായി മത്സരിച്ച പെർഫോം ചെയ്യണം. ഡിഫറെൻറ്റ് ജനറേഷൻസ് ആണ്, ഓരോ കാലത്ത് വന്ന ആക്ടേഴ്സ് ആണ്. ഇന്നലെ സിദ്ദിഖാക്ക് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞത് പിടിച്ച് നിൽക്കണ്ടേ മോളെ പുതിയ ആൾക്കാരുടെ കൂടെ എന്നാണ്. ഈ കാസ്റ്റ് എങ്ങനെയാണ് ഇനീഷ്യലി പ്ലാൻ ചെയ്ത കാസ്റ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്? കൃഷ്ണകുമാർ വന്ന് സ്ക്രിപ്റ്റ് കഥ പറഞ്ഞു. അന്നേരം ഒന്നും നമ്മൾ ഇതിന്റെ കാസ്റ്റിംഗിലേക്ക് ഒന്നും പോയിട്ടില്ല. സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രിപ്റ്റ് വന്നു. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോ പോലീസിന്റെ ക്യാരക്ടർ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് ബൈജു വന്നു. ഞാൻ പിന്നെ വായിച്ചപ്പോ ബൈജുവിന്റെ ഒരു ഡയലോഗ് പറയുന്ന പാറ്റേണിൽ വായിച്ചു പോയത്. അതെനിക്കൊന്ന് എഴുതിയപ്പോഴും എന്റെ മനസ്സിലും ഇങ്ങനെ തന്നെ വന്നു. സ്വാഭാവികമായിട്ട് ഈ ഡയലോഗ് എഴുതുന്നതും കൂടെ അയാളുടെ ഒരു ഇതിലേക്ക് പോകുമല്ലോ, അങ്ങനെയായിരിക്കാം. അപ്പൊ ഞാനിത് വായിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബേസിൽ ഓഫ്കോഴ്സ് നമുക്ക് എന്താ വെച്ചാല് വളരെ ക്യൂട്ടായിട്ടുള്ള അധികം എന്താ പറയാ മച്യൂരിറ്റി ഇല്ലാത്ത ഒരു പയ്യൻ, കുട്ടിത്തം വിട്ടു മാറിയിട്ടില്ല. ഇവര് കല്യാണവും കഴിച്ചു. അവന്റെ അച്ഛൻ മരിച്ചിട്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉത്തരവാദിത്വം അവന്റെ തലയിലായി. അപ്പൊ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റേ. അപ്പൊ അതിന് പറ്റിയ ഒരു കാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ബേസിൽ തോന്നി. രശ്മിത അതുപോലെ ഗ്രേസിന്റെ ക്യാരക്ടർ ഇതാര് ചെയ്യുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഗ്രേസിന്റെ മുഖം ഇല്ല. അത് കഴിഞ്ഞ് എല്ലാവരും ഇരുന്നിങ്ങനെ ചർച്ച ചെയ്തപ്പോ പല പേരും കൃഷ്ണകുമാരൻ ചോദിച്ചു നമ്മുടെ ഗ്രേസ് ആന്റണി എങ്ങനെയുണ്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അന്നേരം ഫേസ് വന്നത്. എനിക്ക് പെട്ടെന്ന് അന്നേരം വന്ന മറ്റേ ഇതാണ്, മറ്റേ നിവിന്റെ കൂടെ ഉള്ള കലഹം പെട്ടെന്ന് അതാണ്. കറക്റ്റ് അത് നമുക്ക് പക്കായാണ് എന്ന് പറഞ്ഞു. പിന്നെ ഓരോന്നായിട്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡിമായിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ സിനിമയ്ക്കായിട്ട് സിനിമയില് തന്നെ നടന്മാരില് നമുക്കൊരു നടന്റെ ഷർട്ട് മറ്റേ പുള്ളി ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സാണെങ്കിലും പുള്ളിയുടെ എല്ലാം പുള്ളി അങ്ങനെയല്ല, ഒരു നടൻ നടക്കുന്ന പോലെ നടക്കുന്ന ഒരു സിനിമ പുള്ളി മാത്രം. പിന്നെ സിദ്ദിഖേട്ടന്റെ എന്ന് പറഞ്ഞാൽ 2 സ്വഭാവമാണ്. കള്ളു കുടിക്കുന്നതിന് പ്രശ്നം. അപ്പൊ അത് 2 രീതിയിലേക്ക് അത് പറഞ്ഞു. അപ്പൊ സിദ്ദിഖേട്ടൻ അങ്ങനെ. പിന്നെ അതിനകത്തൊരു ഡയറക്ടർ ആകാൻ ആഗ്രഹിച്ച് കഥകൾ പറഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വേണം. അതെല്ലാം
ഇതിനെ കുറിച്ച് എനിക്കവിടെ എല്ലാരും പറയുന്ന ഒരു കാര്യം കാസ്റ്റിംഗ് അതെ, നല്ല കാസ്റ്റിംഗ് ആണ്. അത് വേറൊരാൾ ഇപ്പൊ ഗ്രേസിന്റെയും എല്ലാവരുടെയും ചിന്തിക്കാൻ വയ്യ വേറൊരു ആളത് അല്ലാതെ അവരത് അങ്ങനെ പെർഫോം ചെയ്യുകയും കൂടെ ചെയ്തിട്ടാണ്. നമ്മളിപ്പോ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ വെച്ചിട്ട് അത് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്ന് പ്രേക്ഷകന് തോന്നുന്നത് അവരത് അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്തിട്ടാണ്. ഇതിൽ ഈ നുണക്കുഴിയുടെ കാര്യം വന്നപ്പോൾ ഞാനൊരു കാര്യം ആഡ് ചെയ്യാം. ഞാൻ ഈ പേരിങ്ങനെ എന്റെ മനസ്സിൽ ഇത് 2-3 ദിവസമായിട്ട് കിടക്കുക, നുണക്കുഴി എന്നുള്ള പേര്. അപ്പൊ എനിക്കത് ജിത്തുവിനോട് പറയാനൊരു മടി എന്ന് ചമ്മല്. കാര്യം ഇതിന് തൊട്ടു മുമ്പത്തെ സിനിമ കൂമൻ, അതിന് മുമ്പ് ട്വൽത്ത് ഇത്രയും ഭയങ്കര ഗൗരവപ്പെട്ട പേരൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ജിത്തുവിന്റെയും എന്റെയും കൂടെ ഒരു സിനിമയ്ക്ക് ഇടാൻ പറ്റിയ ഒരു പേരാണോ ഇതെന്ന് ഇങ്ങനെ, ഇതിനൊരു പൈങ്കിളി സ്വഭാവമില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ ഞാനിങ്ങനെ മടിച്ചിട്ടാണ് ഒരു ദിവസം പറഞ്ഞത് എന്റെ പേരുണ്ട്, പക്ഷെ എനിക്കത് പറയാനൊരു ചമ്മൽ. മറ്റേ പേര് പറയട്ടെ, അതിനകത്ത് വെച്ചിരിക്കുന്നത് എടാകൂടം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, കൃഷ്ണ പറയും ആൾക്കാര് സിനിമ നിങ്ങളെ എന്തോ ഒരു ചോദ്യമില്ല അതിനകത്തുണ്ട്. പക്ഷെ ഇത് ഭയങ്കര നല്ല സജഷനാണ്. അല്ല, ഇതിൽ മടി എന്തായിരുന്നു എനിക്ക്, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മടിയാണ്. ഇത് ഒരു ജിത്തുവിന്റെ അടുത്തു നിന്ന് വരുന്ന ഒരു സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു പേരല്ലല്ലോ നുണക്കുഴി എന്നൊക്കെ പറയുമ്പോ. ബൈജു ചേട്ടനെ ഇടാൻ അഭിനയിക്കുന്ന സിനിമയ്ക്ക് നുണക്കുഴിയിൽ ബൈജു എന്ന് പേര്, നുണക്കുഴിയിൽ ബൈജു എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ലൈഫ് ഓഫ് ജോസിറ്റി ആണെങ്കിലും ബൈബോസ് ഒക്കെ ആണെങ്കിലും അങ്ങനത്തെ പേരുകളും ആണ് അല്ലെ ഈ ടൈപ്പിലേക്കല്ല ഫൺ സിനിമകളൊന്നും പോയിട്ടുള്ളത്. പക്ഷെ ഇത് ഈ നുണക്കുഴി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാരും എന്താ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. ഞാനത് കൃഷ്ണന്മാരായിട്ട് ആദ്യം ഷെയർ ചെയ്തപ്പോ തന്നെ ഇത് ജിത്തുസഫാണോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സിദ്ദിഖ് ബേസിലുമായിട്ടുള്ള കോംബോ ഒക്കെ ഇങ്ങനെ കട്ടക്ക് നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ ഒരേ എനർജിയില്ല അവര് പെർഫോം ചെയ്യണത്. അത് കഴിഞ്ഞ എന്തൊക്കെയാ പുള്ളി ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനെപ്പോഴും ഒരു സ്ലാപ്സ്റ്റിക് ലെയർ വരുന്നുണ്ടല്ലോ. വെർബലാണ് കൂടുതലും കോമഡി എങ്കിൽ അതിനൊരു ലെയർ വെച്ച് ചെയ്യുന്നത്. അപ്പം ഞെട്ടിത്തരിക്കുക അല്ലെങ്കിൽ പിടിച്ച് വലിക്കുക, ഞെട്ടിയിട്ട് ഓടുക, വെപ്രാളം കാണിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാനും പറഞ്ഞു കൊടുക്കാനും ഒരു ബോർഡർ ഇല്ലേ. അത് കഴിഞ്ഞ് ചെയ്യുന്ന എപ്പോഴും ഈ ആക്ടറിന്റെ കയ്യിലല്ലേ. അതിനെ എങ്ങനെയാ സമീപിച്ചത്? കാരണം ഒരുപാട് അങ്ങനത്തെ ഏരിയാസ് വരുന്നുണ്ട്. ബേസിക്കലി നമ്മള് സ്ക്രിപ്റ്റ് അവര് സീൻ വായിച്ച ശേഷം സാധാരണ ഇപ്പൊ നമ്മളൊരു ത്രില്ലർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മൂവ്മെന്റ് പറഞ്ഞു അങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഷോട്ട് ഇങ്ങനെയായിരിക്കും, അങ്ങനെ ഇങ്ങനെയാണ്. ഇതിപ്പോ ബേസിക്കലി അങ്ങനെയല്ല. നമ്മൾ ഈ സീൻ കൊടുത്ത ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്, അവരുടെ പ്ലേസ്മെന്റ് ഒക്കെ റഫ്ലി എടുത്ത് കൊടുത്തിട്ട് അവരോട് പെർഫോം ചെയ്യാൻ പറയും. അപ്പൊ അവര് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പൊ അത് കാണുമ്പോ നമുക്ക് അയ്യോ അത്രയും വേണ്ട അല്ല അത്രയും വേണ്ട എന്ന് പറഞ്ഞ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു പരിധി വരെ ക്യാമറ ആംഗിളൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത് നമ്മൾ ടെൻഡിറ്റ് ഒരു റഫായിട്ടൊന്ന് വെക്കുമെങ്കിലും ക്യാമറ ആംഗിളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നത് അതുകൂടെ ഒരു ചെറിയൊരു റിഹേഴ്സലൂടെ കഴിയുമ്പോഴാണ്. അപ്പം എന്ന് വെച്ചാൽ എന്നിട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങോട്ട് പോയിട്ട് അങ്ങനെ നടന്നിട്ട് ഇപ്പൊ അങ്ങനെ തിരിയണം അങ്ങനെയൊന്നും പറയാൻ പോരുത്. അവരവരുടെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോഴാണ് അവർക്കൊരു ഭയങ്കര ലൂസായിട്ട് അവരങ്ങ് പെർഫോം ചെയ്യണം. അപ്പൊ നമ്മൾ ബേസിക്കലി അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ട് നമ്മളിത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നു ഇതിപ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് ഉദാഹരണത്തിനൊക്കെ അവസാനം അതിനകത്ത് ഒരു പാട്ട് പാടുന്ന ഒരു ഒരു പാട്ട് പാടും. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നപ്പോ പുള്ളി ഒരു 4-5 ലൈൻ അങ്ങ് പാടി. അപ്പൊ പെട്ടെന്ന് കൃഷ്ണ വന്നിട്ട് അത്രയും വേണ്ട, അത് ചിലപ്പോ ഇതാണ്. കാരണം നമുക്കത് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ അതിൻ്റെ അത് കുറച്ചു നമുക്കത് അങ്ങനെ ഒരു നോക്കിയും അങ്ങനെ കണ്ട അങ്ങനെയാണ് ഇത് ചെയ്തു പോകുന്നത്. ബേസിക്കലി അവർക്ക് ഫ്രീഡം കൊടുക്കും. ഇത് കഴിഞ്ഞപ്പോൾ ഇന്നലെ തിയേറ്ററിൽ നിന്ന് കുറെ പേരൊക്കെ വെട്ടത്തിനെയൊക്കെ കമ്പയർ ചെയ്ത് പറയുന്നത് കേട്ടു. പ്രിയദർശൻ സിനിമകളിലെ ഒരു കയോസും കൺഫ്യൂഷനും ഒക്കെ അത് റിലേറ്റ് ചെയ്തു. അങ്ങനത്തെ കമ്പാരിസൺസ് എനിക്ക് തോന്നുന്നു പ്രൊമോഷന്റെ സമയത്തും ആരോ അത് സംസാരിക്കുന്നത് കേട്ടു. ആ കമ്പാരിസൺ എങ്ങനെയാ സാർ അതുണ്ടാവോ എന്നുള്ളത്? കഥാപരമായിട്ടല്ലോ, അത് അങ്ങനത്തെ ഒരു പാറ്റേൺ. ഇപ്പൊ നമ്മളൊരു ത്രില്ലർ ചെയ്യുമ്പോൾ ചില ത്രില്ലർ സിനിമകളുമായിട്ട് നമ്മുടെ സിനിമകളെ കമ്പയർ ചെയ്യും. ഇപ്പൊ എന്റെ മെമ്മറീസിനെ എത്രയോ ത്രില്ലറുമായിട്ട് കമ്പയർ ചെയ്യും. ഐ മീൻ ഇവിടെ ഇറങ്ങിയതും ഇതുമില്ലാതെ എന്ന് പറയുന്ന പോലെ ഈ പാറ്റേൺ പണ്ട് പ്രിയൻസാർ ചെയ്തത് അതുപോലത്തെ പാറ്റേൺ. പക്ഷെ നമ്മുടെ കഥ വേറെയാണ്. അത്രേ ഉള്ളൂ. ഒത്തിരി ആൾക്ക് എന്നോട് ഒരാൾ പറഞ്ഞു മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു സിനിമയുടെ ചില സാധനങ്ങൾ, രാംജി റാവ് സ്പീക്കിങ്ങിന്റെ ചില പരിപാടി. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ടൈപ്പ് ഒരു ഹ്യൂമർ പടം വരുന്നത്. അപ്പൊ ആൾക്കാര് ഇത് പണ്ട് ഭയങ്കരമായി ചെയ്തിരുന്ന ഒരു ആളാണ് പ്രിയൻ സാർ. അപ്പൊ പെട്ടെന്ന് പുള്ളിയുടെ പടങ്ങളുമായിട്ട് പെട്ടെന്ന് കമ്പയർ ചെയ്യും. ഡാർക്ക് ഹ്യൂമർ ആ കാറ്റഗറി തന്നെയാണല്ലോ. അങ്ങനെയുള്ള ഒരു ഇത് നമ്മളിപ്പോ അടുത്തൊന്നും കാണാറില്ല. പിന്നെ മുകുന്ദരുണ്ണി ആയിരിക്കും പക്ഷെ
അത് പിന്നെ കുറച്ചുകൂടെ വേറൊരു അത് പക്ഷേ ഒരു ഹ്യൂമർ അല്ല, അതുപോലെ സീരിയസ് ആയിട്ട് കുറേ കൂടെ അത് എനിക്ക് ലാസ്റ്റ് പറയാനാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതൊക്കെയാണ്. കുറച്ചും കൂടെ ബ്ലാക്ക് ആണ്, കുറച്ചും കൂടെ അതെ, ഡാർക്ക് നമ്മുടെ ആർക്കൊന്നും ഇല്ല. അതിനകത്തിലെ ഒരാളെ കൊല്ലാനും ഒന്നും മടിയില്ലാത്ത കഥാപാത്രങ്ങളാണ് ഒരു ഈ തമാശക്കകത്ത്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ നിർദോഷരായ കുറെ മനുഷ്യരാണ്. അവരുടെ ഡെസ്പറേഷനിൽ അവർ കുറെ നുണ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നം പുലിവാലികളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആരോടും നമുക്ക് സിമ്പതി ഇല്ല ഇതിൽ. എല്ലാരും കുറച്ച് നുണയുള്ളതുകൊണ്ട് ആരോടും പ്രത്യേകിച്ച് ഒരു ഫേവറിറ്റിസം തോന്നുന്നില്ല. ഗ്രേസിനോടാ തുടക്കത്തിൽ തോന്നുക, പിന്നെ അതും പോകും. ആസിഫ് ഖാൻ ബാബുരാജേട്ടന്റെ കൂടെ കൂമന്റെ പ്രൊമോഷനിൽ ജിഞ്ചറിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെളിയിലേക്ക് വലിച്ചെറിയുന്ന സീൻ എടുക്കുമ്പോ ക്യാമറാമാൻ കുറിപ്പുമായിട്ട് ഇവിടെയല്ലേ വീഴ, അല്ലല്ല ബാബുരാജേട്ടനാ അറിയുന്നത്, ഞാൻ അപ്പുറത്തെ വീഴും. അതുപോലെ ഗ്രേസും സഹിച്ചേട്ടനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് നല്ല രസമായിട്ട് വന്നു. ബേസിക്കലി ഇതൊരു ഹ്യൂമർ സിനിമ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഫ്രീഡം ആണ്. വലിയ ലോജിക്കിന്റെ ആവശ്യം, ഹ്യൂമറിന് അങ്ങനെ വലിയ ലോജിക്ക് വേണ്ട. അത് തന്നെയായിരുന്നു എനിക്ക് ഈ സിനിമ ചെയ്തതിൽ ഏറ്റവും വലിയൊരു സന്തോഷം. പക്ഷെ എന്നാലും നമ്മൾ അറിയാലോ, എന്റെ അസിസ്റ്റൻസിനാണ് ഇതാണ് പണി, ആ ലോജിക്ക് അങ്ങനെ ലോജിക്ക് നോക്കണ്ട. പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ അടുത്തേക്കാണ് വരുന്നത്, ഈ സ്ക്രിപ്റ്റിന്റെ ഇത് സാധനം എടുത്തോണ്ട് വരും, അല്ലെ ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ലോജിക്ക്, ഞാൻ മറ്റേ അവിടെ ഇവിടെ പറയണ്ടെന്ന് പറയും. അങ്ങനെ ലോജിക്കിന്റെ ആവശ്യമില്ല സിനിമ. അതുകൊണ്ട് തന്നെ എന്റെ മേക്കിങ്ങില് നമ്മളത് നമുക്ക് വേണ്ട സാധനം ഇപ്പൊ അവിടെ ലോജിക്കൊന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ നമ്മളത് ലോജിക്കില്ലാതെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒന്ന് രണ്ട് പേരത് അതാണ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ഇതുണ്ട്. ചിലർ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ചില പടം കൊള്ളാം, നമ്മളതെങ്കിൽ ലോജിക്കൊക്കെ മാറ്റി വെച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി. അത് മാറ്റി വെച്ചിരുന്ന കാണുന്ന സിനിമ. അല്ലാതെ നമ്മൾ ഇതിനെ കണ്ടിട്ട് ലോകത്തിലെ സിനിമ അങ്ങനെയല്ല. ഇതൊരു എന്റർടൈനർ ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മനുഷ്യൻ ജോലി ചെയ്ത് ടെൻഷൻ അടിച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തിയേറ്ററിൽ വന്നിരുന്ന് കുറെ നേരം ചിരിച്ചു ഒന്ന് റിലാക്സ് ആയി പോവാ. അതെന്തായാലും തിയേറ്ററിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പഴയ ഒരു കഥയിലേക്ക് പോയാൽ എങ്ങനെയാ കണ്ടുമുട്ടുന്നത്? നിങ്ങൾ അമ്പിളി ലോഡ്ജ്, അമ്പിളി ലോഡ്ജ് തേവരയിൽ അമ്പിളി ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജ്. ഞാനിവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസം ചെയ്യാൻ എറണാകുളത്തേക്ക് വന്ന സമയത്ത് ഞാനന്ന് ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്, അക്കാഡമിയിലെ പഠിക്കുന്നെങ്കിലും ഈ ലോഡ്ജ്, കാരണം എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ താമസിക്കുന്നതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തേവരയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ എന്റെ ആ ഫ്ലോറിൽ തന്നെ താമസിക്കുന്നത്. ഞാനും എന്റെ വേറൊരു റൂംമേറ്റും ഉണ്ട്. അതിനപ്പുറം ബാബു റെക്സ് എന്ന് പറഞ്ഞിട്ട് റെക്സും ബാബുവും കൂടെ ഒന്നിച്ച്. അപ്പൊ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, ഞങ്ങളവിടെ ലോഡ്ജില് ഫ്രണ്ട്സാണ്. അങ്ങനെ ഈ റെക്സ് ജിത്തുവിന്റെ സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റാണ്, SB കോളേജിന്റെ നിർമ്മല മൂവാറ്റുപുഴ തമ്മിൽ കോളേജ് മേറ്റാണ്. അപ്പൊ അവിടെ 95 കഥയെ പറയുന്നത് കേട്ടോ. 94-95 സമയത്തെ കഥയാണ്. അന്ന് അവിടെ ജിത്തു റെക്സിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങള് വളരെ ക്ലോസ് ആണ്, ഞാൻ റെക്സ് ബാബു എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ്. അങ്ങനെ കാണാൻ വരുന്ന കൂട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പരിചയമൊക്കെയാണ്. ജിത്തു സിനിമയിലൊന്നുമില്ല, ജിത്തു വേറെ കാര്യങ്ങളൊക്കെ ഞാൻ ജിത്തുവിടെ എന്തോ മറ്റേ എലഞ്ഞിയില് ബിൽഡിംഗ് ഒക്കെ വെക്കാനുള്ള പ്ലാന്, പിന്നെന്തോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങാൻ ഞങ്ങൾ 4 ഫ്രണ്ട്സ് കൂടി. പിന്നെ ഞങ്ങൾ എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയാണ് ഞാൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 96-ല് കോഴ്സൊക്കെ ഞാൻ അഡ്വർടൈസിങ് ഏജൻസി സ്വന്തമായിട്ടൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ ഒരു ക്ലയന്റിന്റെ ഇവിടുത്തെ ഒരു ക്ലയന്റിന്റെ വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ജനറൽ മാനേജർ ഉണ്ട്, MBA ഇതൊക്കെ കഴിഞ്ഞിട്ട്. അയാളും ജിത്തുവിന്റെ ഫ്രണ്ടാണ്. അയാൾ ഞാനുമായിട്ട് ഭയങ്കര ജോൺ എന്ന് പറഞ്ഞത്. ജോൺ സ്കൂൾ മുതൽ എന്തോ സ്കൂൾ മുതൽ അപ്പൊ അങ്ങനെ ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ഇതായി. അപ്പൊ ആ സമയത്ത് ജിത്തു ഇവിടെ കടവന്തറയില് ജിത്തുവിന്റെ ചേട്ടന്റെ വീട്ടില് അവിടെ താമസിക്കും. അവിടെയാണ് നമ്മൾ ഓഫീസും അങ്ങനെയാണ് വലിയ അടുപ്പത്തിലേക്ക് പോകുന്നത്. ചീട്ട് കളിച്ചിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ മീറ്റിംഗ്സ് ഒക്കെയാണ്. കമ്പനി മീറ്റിംഗ്സ് തുടങ്ങുമ്പോഴേ ഒരു കുപ്പി എടുത്ത് ഇങ്ങനത്തെ പബ്ലിക്കായിട്ട് നമ്മളാരും നമ്മളൊക്കെ മര്യാദക്കുള്ള ചീട്ട് കളി അവിടെ നിന്ന്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു കളിക്കും, കളിയാക്കും കമ്പനി മീറ്റിംഗ്സ്. എന്നിട്ട് അവിടെ റെക്സ് വന്നിട്ട്
എല്ലാം ടോട്ടൽ ഇത് പേപ്പറിലെല്ലാം അതിന്റെ പ്രോഫിറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ എന്താന്നറിയില്ല, ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടും. അല്ല അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലാണ് ഇതൊക്കെ റമ്മിയുടെ കണക്ക്. റമ്മിയൊക്കെ മറ്റേ 2 രൂപയ്ക്കും 1 രൂപയ്ക്കും ഒക്കെ കളിക്കുന്നത്. വലിയ പൈസ 10 രൂപയാണ് മാക്സിമം കളിക്കുന്നത്. പിന്നെ ഷട്ടിൽ ഫ്രണ്ടിലായിരുന്നു. അങ്ങനെ വന്ന് സൗഹൃദമായി ഞങ്ങള് കുറച്ചും കൂടെ അടുപ്പമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് എനിക്ക് തിരുവനന്തപുരത്ത് ഞാൻ ഓഫീസൊക്കെ തുടങ്ങി. എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ജിത്തുവിനെ ഞാൻ യാദൃശ്യമായിട്ട് ഒരു ദിവസം ഇതുപോലെ അപ്രതീക്ഷിതമായി കുറെ നാളുകൾക്ക് ശേഷം കടവന്തര ജംഗ്ഷനിൽ വെച്ച് കാണുന്നത്. കടവന്തര ജംഗ്ഷനിൽ വെച്ച് കാണുന്നത് ഞാനിപ്പോ പറയും എങ്ങനെയാണ് കാണുന്നത്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കടവന്തര ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. ഞാൻ ജിത്തു. അപ്പം ഞാൻ സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിട്ട് ജിത്തു നിങ്ങളുടെ അപ്പം ഡിറ്റക്റ്റീവ് കഴിഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ KP റോഡില് അവിടെ പാടം ബസ് സ്റ്റോപ്പിന്റെ ഒരു ഫ്ലാറ്റ് താമസിക്കുകയാണ്. അത് മനോരമയിലുള്ള ഒരു അജയ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്. എനിക്ക് 3-4 ദിവസം ഇവിടെ 2-3 ദിവസം ട്രിവാൻഡ്രത്തുമായിട്ടാണ് ഞാനിപ്പോ ഷട്ടിൽ അടിച്ചാണ് ഇരിക്കുന്നത്. എന്നാ വന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ഫ്ലാറ്റ് ബെഡ്റൂം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുനാൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്താണ് മമ്മിയെ നടക്കുന്നതും പല എനിക്ക് തോന്നുന്നു ഒത്തിരി മമ്മിയുടെ സമയത്ത് അന്ന് 2-2.5 വർഷം വിഷമിച്ച് നടന്ന് ആ പ്രൊജക്ട് ആകുന്നത്. പ്രൊജക്ട് ആയപ്പോ അതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയല്ലേ. അത് ഒക്കെയാണ്, വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഓൾറെഡി ജേർണലിസം പഠിച്ച മീഡിയ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ഫൈറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും കൃഷ്ണകുമാർ ഒരു കാര്യം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കാം. കാരണം എനിക്ക് അങ്ങനത്തെ കോൺടാക്ട് ഉണ്ട്. എന്നിട്ട് കൃഷ്ണകുമാറാണ് അവിടുത്തെ പ്രസ് മീറ്റ് മുഴുവൻ അറേഞ്ച് ചെയ്ത്. അതോടൊപ്പം ഞങ്ങൾ ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തി അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് മമ്മി ആൻഡ് മീ ഫസ്റ്റ് പിറ്റേ ദിവസം 2 ദിവസം റിലീസ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. എന്നിട്ട് ഞാൻ കൃഷ്ണകുമാറിന്റെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു. എന്നിട്ട് മമ്മി അമ്മയുടെ ന്യൂൺ ഷോ ഇത്. അപ്പൊ കൃഷ്ണൻ ഭായ് നമുക്ക് ഇറങ്ങി നോക്കാം. ഞാൻ അവസാനം കൃഷ്ണൻ ഞാനൊന്ന് ഇറങ്ങിയിട്ട് നോക്കട്ടെ പോയി അവിടെ ചെന്ന് അവർ പകുതി ആളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി ഏതാണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്ന് രാത്രിയിൽ വീണ്ടും ഫസ്റ്റ് ഷോയ്ക്ക് വന്നപ്പോ ഞാൻ പിന്നെ ഇറങ്ങണില്ല. പിന്നെ ഞാൻ ഇറങ്ങി ഗേറ്റ് വരും ജസ്റ്റിന് എത്തി. അപ്പൊ കൃഷ്ണകുമാർ അപ്പൊ മാനേജറോട് പറഞ്ഞു, തിയേറ്റർ മാനേജറോട് പറഞ്ഞു ഡയറക്ടറാണ് അപ്പൊ പുള്ളി പറഞ്ഞു ബുക്കിങ്സ് വരുന്നുണ്ട്, ഫാമിലി പിടിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? സാധാരണ ഫാമിലി വരിക എന്ന് പറഞ്ഞാൽ 6, 7, 8 ടിക്കറ്റ് ഇങ്ങനെ ഗ്രൂപ്പ് ബുക്കിംഗ് അങ്ങനത്തെ ബുക്കിങ്സാ വരുന്നത്. അപ്പൊ എനിക്കൊരു വിശ്വാസം വേണം. അപ്പൊ കൃഷ്ണൻ ഭാഗം കയറി നോക്കാന്ന് ചെല്ലുമ്പോ ഓൾമോസ്റ്റ് 80% ഫിൽ. അതിനകത്ത് മജോറിറ്റി എന്റെ ആ ഒരു യാത്ര തൊട്ട് കൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണകുമാറിന്റെ ബിസിനസ്സിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഒരു സുപ്രാതിക്കുള്ള എന്റെ ഒരു കഥ ഇത് കൃഷ്ണകുമാർ നമുക്ക് കേൾക്കാലോ. അപ്പൊ അതങ്ങനെ സാധനമാണ്. അതിങ്ങനെ വർക്ക് ചെയ്ത് അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് അന്ന് ഇതായി വന്നില്ല. അങ്ങനെ വന്നപ്പോ എന്റെ ഇനിയും കഥ അങ്ങനെയാണ് കൂമൻ പറയുന്നത്. കൂമ എന്നോടൊരു 2-3 ഇതില് ചെറിയൊരു ഇതായിട്ടാ പറയുന്നത്. അപ്പൊ എനിക്ക് ആ സാധനം പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അതെ അതെ ഞാൻ കൂമന്റെ സ്ക്രീൻ പ്ലേ എഴുതി എനിക്കൊന്ന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു. ആ സമയത്താണ് കോവിഡ് വന്നു. പ്രോജക്ട് കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോകും എന്നൊക്കെയുള്ള ഇത് വന്നപ്പോഴാണ് ഈ 12th മാന്റെ പ്രൊജക്ട് ആയിട്ട് ജിത്തുവിന്റെ അടുത്തേക്ക് വരുന്നതും ജിത്തു എന്നെ വിളിച്ചിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ലാലേട്ടൻ ഫാനിന് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ കൂമനാണ് ആദ്യം വർക്ക് ചെയ്ത് വെച്ചത്. പക്ഷെ ആദ്യം നടന്നത് മോഹൻലാൽ പ്രോജക്ട്. ലാലേട്ടൻ ഫാനിന്റെ ഒരു ഭാഗ്യം. അല്ല ഞാനത് എപ്പോഴും പറയും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരു FM ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് എന്റെ സിനിമാ ജീവിതം മോഹൻലാലിന്റെ കൂടെ തുടങ്ങാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ നമ്മള് എത്രയോ ചെറിയ പ്രായം മുതൽ പുള്ളിയുടെ സിനിമകൾ കണ്ട് പുള്ളിയെ ആരാധിച്ച് ഇങ്ങനെ വന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ആ ഒരു അടുപ്പവും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോ നിമിത്തങ്ങളും ഓരോ സമയവും ഒക്കെ ആയിരിക്കാം. കൃഷ്ണകുമാറിന് പണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇതുപോലെ ഒത്തിരി ആഗ്രഹമുള്ള മനുഷ്യൻ പുറത്തുണ്ട് കേട്ടോ. അപ്പം ഒരുപക്ഷെ നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ടാവാം. അപ്പം കൃഷ്ണകുമാർ ഇങ്ങനെ അന്നൊന്നും കറക്റ്റ് ഒരു സമയം വന്നു. ആ സമയമായപ്പോ കറക്റ്റ് വന്നു. ഞാൻ കൃഷ്ണകുമാരുടെ എപ്പോഴും പറയും കൃഷ്ണകുമാർ കാര്യം ചോദിച്ചു. കൃഷ്ണകുമാർ ഫസ്റ്റ് തിരക്കഥ എഴുതാനായിട്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 3 പ്രോജക്റ്റിനുള്ള അഡ്വാൻസ് വരുന്നവര്. അതായത് ഫസ്റ്റ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ വേറെ 2 കഥയുടെ അഡ്വാൻസ് വന്നു എന്ന് പറയുന്ന രീതിയിൽ. അതേപോലെ നമുക്ക് ടൈം ശരിയാകുമ്പോ
അതങ്ങനെയാണ്. കാരണം കൂമൻ അഡ്വാൻസ് വന്ന് പിന്നെ നിൽക്കുന്ന സമയത്ത് 12th man അത് കഴിഞ്ഞപ്പോ വേറൊരു പ്രോജക്റ്റിന്റെ അഡ്വാൻസ് വന്നു. ഫസ്റ്റ് പടം ഇറങ്ങിയില്ലെന്ന് ഓർക്കണം. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ഒരു ടൈമാണ്. ഞാൻ ഓരോ ഇതാണ് ഇല്ല, മൂന്നാമത് അഡ്വാൻസ് വാങ്ങിച്ചത് ഇതുവരെ അത് നിൽക്കുന്നേ ഉള്ളൂ. നുണക്കുഴി എത്രാമത്തെയാ ശരിക്കും നിങ്ങളുടെ പ്ലാനിങ്ങില്? പ്ലാനിങ്ങിലൊരു 5ാമത്തെ സിനിമയ്ക്കായിരിക്കും. ഇടയ്ക്ക് ഒരു 2 സിനിമ കിടക്കുന്നുണ്ട്, 2 or 3 സിനിമ കിടക്കുന്നുണ്ട്. ലൈനപ്പ് എത്ര ഉണ്ട്? ഒത്തിരി പേര് ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ കൃഷ്ണകുമാരനും എല്ലാം അറിയാം, അങ്ങനെ എഴുതാൻ സമയം തട്ടിക്കൂട്ടി എഴുതിയിട്ട് കാര്യമില്ല. എഴുതുമ്പോ വൃത്തിയായിട്ട് ഒരു ഇത് വേണമല്ലോ. ഞങ്ങൾ തമ്മിൽ തന്നെ 2-3 പ്രൊജക്ടുകൾ ഡിസ്കഷനിലുണ്ട്. ഈ പറഞ്ഞ പോലെ പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന ചർച്ചയുടെ പല ധാരണയാക്കി ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ കഥ എഴുതുകയാണ്. ഈ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോ 12th Man സംഭവിച്ചതാണല്ലോ, അല്ലാതെ മനസ്സിൽ അങ്ങനെ ഒരു കഥയൊക്കെ എന്ത് ജോണർ ആയിരിക്കും? ലാലേട്ടന് വേണ്ടി എനിക്കൊരു കഥ, ലാലേട്ടന് വേണ്ടി എഴുതാനെന്ന് ആഗ്രഹമുള്ള 2-3 ഒന്ന് എനിക്കൊരു മാസ് പടം ലാലേട്ടനെ വെച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ലാലേട്ടനെ വെച്ച ആ ടൈം എനിക്കത് അങ്ങോട്ട് കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല, എന്നാലും ഒരു മാസ് പ്രൊജക്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് മേ ബി ചെയ്യുകയാണെങ്കിൽ ഒരു ത്രില്ലർ പടമായിരിക്കും ചെയ്യുന്നത്, ലാലേട്ടനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ. അല്ലെ അങ്ങനെയല്ലേ? ഞങ്ങൾ ഒരുമിച്ച് ഇനി ഒരു പടം ലാലേട്ടനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ത്രില്ലർ പടമാണ്. സാറിന് ഇനി എന്താണ് അപ്കമിങ്? ഓൺലൈൻ കാരെ സൂക്ഷിക്കണം. ഇപ്പൊ മനോരമ ഇന്റർവ്യൂ വിളിച്ചപ്പോ അല്ല, ഇടയ്ക്കൊരു അനൗൺസ്മെന്റ് വന്നല്ലോ, ലാൽ സാറിന് മറ്റേ കോൺസ്റ്റബിളിന്റെ അതല്ല ഇത്. അപ്പോഴത്തേക്ക് കൃഷ്ണകുമാറിനെ വിളിച്ച് ചോദിച്ചു അതേതാ പ്രൊജക്ട്, എനിക്കറിയാം. അതല്ല, വേറൊരു ആലോചനയുണ്ട്. വിഷ്ണു ശ്യാമിന്റെ സ്കോർ നമ്മളങ്ങനെ ഒരു മലയാളത്തിൽ കേൾക്കുന്ന ഒരു ശൈലിയല്ലേ? ഇത് വേറൊരു ലാംഗ്വേജിലൊക്കെ നമ്മൾ ഈ ഡാർക്ക് ഹ്യൂമറിന്റെ ഒക്കെ വരുന്നത് ബേസിക്കലി ആ ഒരു പാറ്റേൺ ആണ്. ഈ പുള്ളി എന്നോട് വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞപ്പോഴും ഞാനതാ പറഞ്ഞത്, നമ്മള് കുറച്ചൊരു സീരിയസ് അപ്രോച്ചിൽ തന്നെ സിറ്റുവേഷൻ പിടിക്കുക, പിന്നെ എവിടെയെങ്കിലും ഒക്കെ നല്ല സാധനം ഉണ്ടായിരുന്നു പഞ്ച് ചെയ്ത് വിടുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. അത് പുള്ളി കുറെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ചില റിയാക്ഷൻ ഒക്കെ നല്ലൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ഭയങ്കര ഇമ്പാക്ട് ഉണ്ട്. കേൾക്കാത്തയാ മനോജന്റെ ഒക്കെ ആ ഒരു ട്രാവലിന്റെ ഒക്കെ ഇടയിലുള്ളതൊക്കെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനത്തെ കേട്ടിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു. അതേപോലെ വിനായകന്റെ എഡിറ്റിങ്ങും പടം പോകുന്നുണ്ട്. ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് നിന്റെ ഒരു പറഞ്ഞു, നമ്മുടെ സിദ്ദിഖേട്ടനും അങ്ങനത്തെ അവരുടെ സീൻസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മളവിടെയൊക്കെ ട്രിം ചെയ്തു, ആ സീൻസ് ഒക്കെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു എന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഹാഫിൽ പെട്ടെന്ന് അവരുടെ സീൻസ് വരുന്നു പോകുന്നു. പിന്നെ ചില ഒരു സംഭവത്തിൽ നിന്ന് കയറി കുറച്ച് കഴിയുമ്പോൾ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ നുണക്കുഴി ഇനിയും കുറെ ഡേയ്സ് ഓടട്ടെ. അതേപോലെ നിങ്ങളുടെ കോമ്പോല അടുത്ത പടത്തിന് വേണ്ടി, ഇപ്പൊ പറഞ്ഞ പടത്തിന് വേണ്ടിയും വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.